ഗസയിലേക്കാണ്. 7ാം മാസത്തിലേക്ക് ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണം പിന്നിടുകയാണ്. ഇന്നലെ പെരുന്നാൾ ദിനമായിരുന്നു. ഈ ദിനത്തിൽ അവിടെ നിന്ന് കേട്ട വാർത്ത, ഇസ്മയിൽ ഹനിയ, അദ്ദേഹം ഹമാസിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ദാവൂദ് സർ, ഇതിനോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഫലസ്തീനിലെ എല്ലാ മക്കളെയും പോലെ തന്നെയാണ് എൻ്റെ മക്കളും കുഞ്ഞുമക്കളും, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ധീരമായൊരു മറുപടി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, അത് ഈ മക്കൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, കാരണം ആ കൊല്ലപ്പെട്ട മക്കളെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ആ മൃതദേഹം കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് ദോഹയിലാണുള്ളത്. പക്ഷെ അപ്പോഴും രശ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ധീരമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. ഇസ്രയേൽ എന്തിനാണ് ഇവരെ കൊന്നത്? മക്കൾ മാത്രമല്ല, പേരക്കുട്ടികളും കൊല്ലപ്പെടുന്നുണ്ട്. പേരക്കുട്ടികളും കുഞ്ഞു പ്രായത്തിലുള്ള 3 കുട്ടികളാണ്. അപ്പോൾ അതേക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ കൊന്നത് തന്നെയാണ്, അല്ലാതെ ഇതൊരു അറിയാതെ സംഭവിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കൊന്നത് തന്നെയാണ്. ഇവർ ഈ ടെറർ ഇൻറ്റൻഷനുമായിട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ സഞ്ചരിക്കുന്ന കാറ് ഫോളോ ചെയ്ത് ഇവരാണ് ഇതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കി മിസൈൽ അയച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി സംവിധാനം ഷിൻബത്താണ് ആ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കൊല്ലുക, ചെറിയ പേരക്കുട്ടികൾ, അവർ ഇൻറ്റൻഷനലി കൊന്നതാണല്ലോ. അതൊരു വാർ ക്രൈമാണ്. നിയമപരമായി തന്നെ ഒരു യുദ്ധ കുറ്റകൃത്യമാണ്. പക്ഷെ അവരത് അങ്ങനെ ചെയ്യുന്നതിന് അവർ മടിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് ക്ലെയിം ചെയ്യുകയാണ്. ഞങ്ങൾ അവരെ ഇൻറ്റൻഷനലി കൊന്നതാണ് എന്ന് പറയുന്നതിൽ അവർക്കൊരു മടിയുമില്ല. എന്താ മടിയില്ലാത്തത്? ഒന്ന്, സംസ്കാരപരമായി അവരങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വാർ ക്രൈമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയും അത് വളരെ ഓപ്പണായിട്ട് അത് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങളാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു അന്താരാഷ്ട്ര കോടതിയോ അല്ലെങ്കിൽ UN അവരാരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊരു ആത്മവിശ്വാസം കൂടെയാണ്. അപ്പോൾ അത് അവർ വളരെ ബോധപൂർവം കൊന്നു തന്നെയാണ്. എന്തിനാണ് അവർ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവിടുത്തെ വാർ ക്യാബിനറ്റിൽ അംഗമായുള്ള ബെന്നി ഗാൻസിൻ്റെ ഒരു പ്രസ്താവന വരുന്നുണ്ട്. ബെന്നി ഗാൻസ് പറയുന്നത്, ഈ വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഹമാസിനെ കൊണ്ടുവരാൻ ഇത് ഞങ്ങൾ ചെയ്യുന്ന പണി മതിയാവില്ല, കുറച്ചും കൂടെ വലിയ പ്രഷർ അവർക്ക് മേൽ ഉണ്ടാക്കണം. അന്താരാഷ്ട്ര സമൂഹത്തോട്, അറബ് രാജ്യങ്ങളോട്, അമേരിക്കയോട്, യൂറോപ്പിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഹമാസിന് മേൽ ഇനിയും പ്രഷർ ഉണ്ടാക്കണം. ഞങ്ങൾ നടത്തുന്ന പ്രഷർ മതിയാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹനിയയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ധാരണയുണ്ടാക്കി വെടിനിർത്തലിന് കീഴടങ്ങും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ അതിലൊന്നിൽ പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ട് ഹമാസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാം എന്ന് ഇസ്രായേൽ തെറ്റിദ്ധരിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യതയുണ്ട്. പക്ഷേ ഇസ്രായേൽ ചെയ്യുന്നത് മഹാവിഡിത്തമാണ്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ മക്കളെന്നുള്ളതല്ല, നേതാക്കൾ തന്നെ നിരനിരയായി കൊല്ലപ്പെട്ടിട്ടുള്ള അനുഭവമാണ് ആ പ്രസ്ഥാനത്തിലുള്ളത്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അഹമ്മദ് യാസീൻ, അദ്ദേഹം 2004 കൊല്ലപ്പെടുകയാണ്. അഹമ്മദ് യാസീനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. അതിനു മുമ്പേ 1997 ഇതേ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അന്ന് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഖാലിദ് മിഷൽ അന്ന് അദ്ദേഹം ജോർഡാനിലെ അമ്മാനിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. സ്വന്തം മക്കളെയും കൊണ്ട് ബാർബർ ഷാപ്പിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് മൊസാദിൻ്റെ ഏജൻറ്റുമാർ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് പോയ്സൺ സ്പ്രേ ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പോയ്സൺ സ്പ്രേ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ ഇവരെ പിടികൂടുന്നു, കീഴ്പ്പെടുന്നു, ഖാലിദ് മിഷലിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആ സംഭവത്തിൽ ഈ പിടികൂടപ്പെട്ട മൊസാദ് ഏജൻറ്റുമാർക്ക് പകരമായിട്ട് ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട ആളാണ് അഹമ്മദ് യാസീൻ. അദ്ദേഹം 250 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കപ്പെട്ട ആളായിരുന്നു. അങ്ങനെ തിരിച്ച് ഗസയിലെത്തിയ മനുഷ്യനാണ് 97. 2004 അദ്ദേഹത്തെ മിസൈൽ അയച്ച് പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് വീൽ ചെയറിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് മിസൈൽ അയച്ച് കൊല്ലുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ഡോക്ടർ അബ്ദുൽ അസീസ് റന്തീസി 2 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തെയും കൊന്നു. അപ്പം നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ റന്തീസി പറയുന്നൊരു വാക്കുണ്ട്,
പ്രായം ചെന്ന് കട്ടിലിൽ കിടന്ന് ഉപ്പുറ്റികൾ തമ്മിൽ കൂട്ടിയുരസി മരണപ്പെടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പാഷെ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു മിസൈലിനാൽ കൊല്ലപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് 2004 മാർച്ചിലാണ് അഹമ്മദ് യാസീൻ കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 17 അബ്ദുൽ അസീസ് റന്തീസിയും കൊല്ലപ്പെടും. അതിനുശേഷമാണ് അപ്പോൾ ആദ്യത്തെ നേതാവ് സ്ഥാപകനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഹമ്മദ് യാസീൻ കൊല്ലപ്പെടുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം അടുത്ത നേതാവ് കൊല്ലപ്പെടുന്നു. അതിനുശേഷമാണ് ഖാലിദ് മിഷൽ ഈ പോളിറ്റ് ബ്യൂറോ ചീഫായിട്ട് ഹമാസിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ ആ സംഭവങ്ങൾക്ക് ശേഷം ഹമാസ് അതിൻ്റെ സംഘടനാ ഘടനയിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസിൻ്റെ തലവനായിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയകാര്യ മേധാവി, അതാണ് അങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്നാണ് അവർ പറയുന്നത്. തലവനായിട്ടുള്ള ആൾ ഫലസ്തീൻ ടെറിട്ടറിക്ക് പുറത്ത് കഴിയുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ പുറത്ത് കഴിയണം, അല്ലെങ്കിൽ ഈ നിലക്കുള്ള നിരന്തരമായി കൊല്ലപ്പെടുകയും നേതാക്കന്മാരും മാറ്റേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ വരും. അങ്ങനെയാണ് അവർ 3 സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് ഹമാസിൻ്റെ ഗസ ഘടകം, വെസ്റ്റ് ബാങ്ക് ഘടകം, ഇൻ്റർനാഷണൽ ഘടകം. ഇങ്ങനെ മൂന്നും ഒരു അർദ്ധ സ്വതന്ത്ര സ്വഭാവത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റന്തീസി കൊല്ലപ്പെട്ട ശേഷം ഖാലിദ് മിഷൽ ചീഫാവുന്നു. അപ്പോൾ അതിനിടയിൽ ഹനിയ ഗസയിൽ തന്നെ ഉള്ളതാണ്. 2006 അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 70% വോട്ട് നേടി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളുടെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് 2006 ജാനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ്. അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു ഇലക്ഷനാണ്. 70% വോട്ട് നേടിയാണ് ഇദ്ദേഹം വിജയിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും ഒരേപോലെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഈ സർക്കാരിനെ അംഗീകരിക്കില്ല, ഉപരോധം പ്രഖ്യാപിക്കുന്നു. ശരിക്കും ഈ ഗസ യുദ്ധങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. ഗസ സംഘർഷങ്ങൾ തുടക്കം യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി അവിടെ ഉണ്ടായിരുന്ന ആളാണ്. 2006 മുതൽ 2017 വരെ അദ്ദേഹം ഗസയിൽ തന്നെയുണ്ട്. അതുവരെ നടന്നിട്ടുള്ള ഗസ യുദ്ധങ്ങളെല്ലാം നയിച്ച് പരിചയമുള്ള ആളാണ്. അവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ഇടപഴക്കമുള്ള മനുഷ്യരാണ്. ഇതിനു മുമ്പ് ഈ ഹമാസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് രസകരമായ മറ്റു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ഈ പറയുന്ന ഇസ്മായിൽ ഹനിയ, മെഹ്മൂദ് സഹർ, റംതീസി അടക്കമുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട 415 പ്രവർത്തകരെയും പിടികൂടിയിട്ട് ലെബനനിലെ മർജുസ് സഹർ എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞുപാടമുണ്ട്. 1992 സംഭവിക്കുന്നത്. മർജുസ് സഹർ മഞ്ഞുപാടം എന്ന ഒരു സാധാരണത്തിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ഗ്ലേസിയറാണത്. അവിടേക്ക് നാട് കടത്തി. BBC അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഹമാസിന് ഏറ്റവും അധികം ഇൻ്റർനാഷണൽ അറ്റൻഷൻ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. 400 മനുഷ്യരെ പിടികൂടിയിട്ട് സാധാരണഗതിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മഞ്ഞുപാടത്തേക്ക് അവരെ കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം ദോഹയിലെത്തുന്നപ്പോഴാണെന്ന് വെച്ചാൽ 2007 സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഖാലിദ് മിഷൽ ഈ മേധാവി സ്ഥാനത്ത് നിന്ന്, പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് സ്ഥാനത്ത് നിന്ന് മാറുന്നു. ഹനിയെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെയാണ് അദ്ദേഹം ദോഹയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ പൊതുവെ കരുതപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവും ദോഹയിലാണെന്നാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ഗസയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മൃതദേഹത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഹനിയ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരും പറയുന്നത്. അപ്പോൾ ഈ മക്കളെ കൊന്നിട്ട് ഇവരെ ദുർബലപ്പെടുത്താൻ എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. ഭയങ്കരമായി വിഡിത്തമാണ്. കാരണം ഈ സംഭവത്തോടു കൂടി എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. കഴിഞ്ഞ മാസം ഫലസ്തീൻ പ്രദേശങ്ങളിൽ നടന്ന സർവേയിൽ നിങ്ങൾ ആരെയാണ് നേതാവായിട്ട് പരിഗണിക്കുന്നത് എന്ന് പലസ്തീനിയൻ സെൻറ്റർ ഫോർ പോളിസി സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട NGO നടത്തിയ സർവേയിൽ 80% ജനങ്ങളും ഞങ്ങളുടെ നേതാവായിട്ട് ഇസ്മായിൽ ഹനിയെയാണ് കാണുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പോപ്പുലർ നോക്കണം. ഈ ദുരിതങ്ങൾക്കിടയിലും അവർ ഞങ്ങളുടെ നേതാവായി ഇസ്മായിൽ ഹനിയെ ആണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ഫേവർ ചെയ്യുന്നത് എന്നും രേഖപ്പെടുത്തി. ഈ ഇസ്രായേലി മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഗസയിൽ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഹമാസിൻ്റെ നേതാക്കന്മാർ ദോഹയിൽ സുഖവാസം നയിക്കുകയാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടത്. അതവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ്, നേതാക്കന്മാർ അവരുടെ മക്കളെ സുരക്ഷിതമായി നിർത്തിയിട്ടല്ല ഈ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാക്കന്മാർ, ഡസൻ കണക്കിന് നേതാക്കന്മാർ രക്തസാക്ഷിയായ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ഹനിയയുടെ കുടുംബത്തിൽ നിന്ന് എക്സ്റ്റെൻഡഡ് ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഇതിനകം 60 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ നടന്ന ഗസ യുദ്ധത്തിൽ
അദ്ദേഹത്തിൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്ന് 60 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കൾ 3 മക്കൾ പേരമക്കൾ കൊല്ലപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുകയുള്ളൂ. കാരണം ഞങ്ങളുടെ നേതാക്കന്മാർ അവരുടെ മക്കളെയും രക്തസാക്ഷിത്വത്തിന് തയ്യാറാക്കിയിട്ടുള്ള, ഈ പോരാട്ടത്തിന് തയ്യാറാക്കിയിട്ടുള്ള ആളുകളാണ് എന്നുള്ള ആ വികാരം വർദ്ധിക്കുകയും അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഇസ്രായേൽ നൽകുന്ന മറുപടി എന്താണ്? ഹമാസിനെ തകർക്കുക, ഹമാസിനെ ദുർബലമാക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കൂടുതൽ ജനകീയരാക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. യെസ്, അജിംസി, ഹനയുടെ പ്രതികരണം എന്തൊക്കെ ഇസ്രായേൽ ക്രൂരമായി ചെയ്താലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു അചഞ്ചലമായ പ്രഖ്യാപനമാണോ? ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാവി എന്താണ്? എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഇത് എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്? അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് ദൗസേവർ ചൂണ്ടിക്കാട്ടിയാൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്നു ദോഹയിൽ, പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു നറേറ്റീവ് നേരത്തെ പറയാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പോട്ട് ഒരു 7 ദിവസം എണ്ണി കഴിഞ്ഞാൽ ഇസ്രായേലി മാധ്യമങ്ങളിലും കുറേ അധികം യൂറോപ്യൻ അമേരിക്കൻ മാധ്യമങ്ങളിലും ഈ ഒരു വാദം പ്രചരിപ്പിക്കുന്ന ആർട്ടിക്കിൾസ്, ഒപ്പീനിയൻ പീസസ് ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രീ പ്ലാൻഡ് സ്ട്രാറ്റജിയാണ്. അതായത് ഇവർ അവിടെ ഇരുന്ന് സൂചിക്കുന്നു, ഖത്തറിൽ ഇരുന്ന് സൂചിക്കുന്നു, ഖാലിദ് മിഷലും ഹനിയയും ഇവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്നു. ഇത് നേരത്തെ അങ്ങനെയാണ്. ഇവർ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ 8 മുതൽ ഇതങ്ങനെ തന്നെയാണ്. അവരവിടെ തന്നെയാണ്, ഇവിടെ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പൊടുന്ന ഇങ്ങനൊരു ഗസയിലെ ആളുകളുള്ള സ്നേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരിക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ലോബിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോഴാണ് ഹനിയയുടെ 3 മക്കളെയും 2 പേരക്കുട്ടികളെയും ആക്രമിച്ച് അവരെ തന്നെ കൊല്ലണമെന്ന് ആസൂത്രണം ചെയ്ത് കൊല ചെയ്യുന്നത്. ഇപ്പോഴും അത്തരം ആർട്ടിക്കിൾ ഇന്നും ചില മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ 2 കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധം പ്രൊലോങ് ചെയ്യാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. വീണ്ടും അതൊരു ഒരു വെടിനിർത്തൽ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളങ്ങനെ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ തൊട്ടുടനെ പറയുന്നത് എന്താണ്? എത്ര പേരെ കൊന്നാലും, എൻ്റെ കുടുംബത്തിൽ എത്ര ആളുകൾ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ ഏതാണ്ട് 60 പേർ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൊത്തം ബന്ധുക്കളിലായ 60 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്തു തന്നെയായാലും ഈ വെടിനിർത്തൽ ചർച്ചയിൽ ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. അതിനർത്ഥം ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ അവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ അവർക്ക് അനുകൂലമായി, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ ഹമാസിൽ നിന്നുണ്ടാക്കുക എന്നുള്ളതാണ് ഒന്ന്. 2, അതല്ല, ഇനിയൊരു വെടിനിർത്തലിനുമില്ല, ഞങ്ങൾ ഇനിയൊരു ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന് ഹമാസിനെ കൊണ്ട് പറയിപ്പിക്കുക. ഇതിലേതായാലും അവരുടെ സ്റ്റാൻഡ് വിജയിക്കുകയാണ് ചെയ്യുന്നത് ഈ ആക്രമണത്തിലൂടെ. അപ്പോൾ ഹനിയ എന്താണ് പറയുന്നത്? നിങ്ങൾ ആരൊക്കെ കൊല്ലപ്പെട്ടാലും ഞങ്ങൾ എപ്പോഴും എടുത്തുള്ള സ്റ്റാൻഡിൽ നിങ്ങൾ പുറകോട്ട് പോകില്ല. അവരുടെ സ്റ്റാൻഡ് എന്താണ്? ഒരു വെടിനിർത്തൽ വേണമെന്നും ബന്ദികളുടെ കൈമാറ്റം വേണമെന്നും ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റം വേണമെന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന. പക്ഷേ മറ്റു ചില കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഈ ആവശ്യത്തിൽ നിന്ന്, ഈ നിലപാടിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ ആ നിലപാട് തകർക്കാൻ ഇസ്രായേലിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ മറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ യുദ്ധം നിർത്തുക എന്നുള്ളതല്ല. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യമേ ഇതല്ല. ചില മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് പറയുന്നത് നെതന്യാഹു അറിയാത്ത ഓപ്പറേഷനായിരുന്നു പറയുന്നുണ്ട്. നെതന്യാഹു അറിയാത്ത ഓപ്പറേഷനായിരുന്നു എന്ന് വാർത്ത വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നെതന്യാഹു അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് അടരുകളുള്ള ഒരു സംഭവമാണ്. ചെറിയ സംഭവമല്ല, ഒരുപാട് അടരുകളുള്ള സംഭവമാണ്. മറുവശത്ത് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത് ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. അതിന് ഏപ്രിൽ 1-ാം തീയതി നടന്ന സംഭവമാണ്. അതിന് ഞങ്ങൾ ഏത് സമയവും ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ത്രെറ്റ് നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു ത്രെറ്റ് നിലനിൽക്കുമ്പോൾ ഇവിടുന്ന് ബൈഡൻ പറയുന്നു അങ്ങനെയല്ല, ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനെ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ പൊതിഞ്ഞു പിടിക്കും. ഇതേ ബൈഡൻ എന്താണ് മിനിയാന്ന് എന്താണ് മിസ്റ്റേക്കാണെന്ന് പറയും. ഈ യുദ്ധം തന്നെ തെറ്റാണ് എന്ന് അമേരിക്കയിൽ ഒരു മാധ്യമത്തിന് വന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നതെല്ലാം, അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രം മുഴുവൻ മിസ്റ്റേക്കാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഇറാൻ അങ്ങനെയാണെങ്കിൽ ഗസയിൽ നടത്തിയ ആക്രമണം മാത്രമല്ല, സിറിയയിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിക്കുന്നതിൽ അതിൻ്റെ ലക്ഷ്യം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും രാഷ്ട്രീയമായി ഇറാൻ നൽകുന്ന പിന്തുണയാണ്. അപ്പോൾ രാഷ്ട്രീയമായി പിന്തുണ നൽകുന്ന ഇറാൻ്റെ കോൺസുലേറ്റ് മറ്റൊരു രാജ്യത്തെ കോൺസുലേറ്റ് പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നൊരു, ഒന്ന് ആലോചിച്ച് നോക്കുക, മറ്റൊരു രാജ്യത്തെ കോൺസുലേറ്റ് പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ, ഇസ്രായേലും ഫലസ്തീനും ഇറാനും അല്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നു അത് ഉണ്ടാക്കുന്നൊരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ഉണ്ടല്ലോ. ആ ഡിപ്ലോമാറ്റിക് ക്രൈസിസ് സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ, ഒരു യുദ്ധഭീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് വരുമ്പോൾ ഒരു വശത്ത് ഇതൊക്കെ മിസ്റ്റേക്കാണ്, ഈ നെതന്യാഹുവിൻ്റെ പ്ലാൻ മുഴുവൻ മിസ്റ്റേക്കാണെന്ന് പറയുക, മറുവശത്ത് ബൈഡൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുക. യഥാർത്ഥത്തിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് നെതന്യാഹുവിൻ്റെ പ്ലാൻ.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബന്ധുക്കളെ കൊല്ലുക. അല്ലാണ്ട് എന്താണ് ഇപ്പോൾ ഹനിയെയോ ഖാലിദ് മിഷേലിനെയോ ഇനിയും കൊല്ലാൻ ശ്രമിക്കാൻ അവർ ചെയ്യും. അത് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ഒരു അവസരം കിട്ടിയാൽ അവരത് ചെയ്ത് തന്നെ ചെയ്യും. പക്ഷേ ഈ ബന്ധുക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം അത് അവരുടെ സ്റ്റാൻഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസുഫ്, അദ്ദേഹം ഒരു അറബ് വംശജനാണ്, സ്കോട്ട്ലൻഡിൽ ജനിച്ചാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹംസ യൂസുഫിൻ്റെ ആദ്യ ഭാര്യ ഡിവോഴ്സായി, രണ്ടാമത്തെ ഭാര്യ ഒരു ഫലസ്തീൻ വംശജയാണ്, നാദിറ അങ്ങനെ എന്താണ് പേര്, ഫലസ്തീൻ ക്രിസ്ത്യനാണ് അവർ. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്ററുടെ ഫാമിലി ഇവിടെ കുടുങ്ങിപ്പോയി, ഫലസ്തീനിൽ കുടുങ്ങിപ്പോയി. അവരുടെ വീട് ആക്രമിക്കപ്പെട്ടു. അവരെ സന്ദർശിക്കാൻ ഈ ഫസ്റ്റ് മിനിസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിനോട് സ്കോട്ട്ലൻഡിന് അപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഫലസ്തീനിൽ ആക്രമിക്കപ്പെടുന്നത് ഹമാസിൻ്റെ മാത്രം ആളുകളല്ല, ലോകത്തെ പലരുടെയും ബന്ധുക്കൾ, ലോകത്തെ വളരെ പ്രമുഖ വ്യക്തികളുടെ ബന്ധുക്കൾ ഫലസ്തീനിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. ഇസ്രായേൽ അതൊന്നും വകവയ്ക്കാറില്ല. അവരവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് മുന്നോട്ട് പോകുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ കൂടുതൽ വെളിപ്പെടുകയാണ്.